So I am telling about this ministry. Eh? Yeah. Every day there is a word here. Yeah. You can meditate that word every day. Praise the Lord. So I am telling about this ministry. ഈ മിനിസ്ട്രിയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. സം പീപ്പിൾ ആർ ന്യൂ, സോ ദേ ഡു നോട്ട് നോ വാട്ട് ഈസ് ഗോയിങ് ഓൺ ഹിയർ. ചില ആൾക്കാർ ഇവിടെ പുതുതായിട്ട് വന്നിരിക്കുന്നത് കൊണ്ട് അവർക്കറിയത്തില്ല ഇവിടെ എന്താ നടക്കണമെന്ന്. സം പീപ്പിൾ ആസ്ക് 5 years ബാക്ക് ഐ കെയിം ഹിയർ ബട്ട് ഓൺലി ദ സെയിം നമ്പർ. ആരോ പറയുന്നുണ്ട് ഞാൻ 5 കൊല്ലം വന്നപ്പോഴും ഇതേപോലെ ഇത്ര ആളായിരുന്നല്ലോ. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ മിനിസ്ട്രി ഹിയർ. ദിസ് ഈസ് ആക്ച്വലി നോട്ട് എ ചർച്ച്. ഇതൊരു ചർച്ചല്ല യഥാർത്ഥത്തിൽ. ബട്ട് ദോസ് ഹു ഡു നോട്ട് ഹാവ് എ ചർച്ച്, ഇറ്റ് ഈസ് എ ചർച്ച്. ചർച്ചില്ലാത്തവർക്ക് ഇപ്പോൾ ചില ആൾക്കാർ ഇവിടെ ഈ ചർച്ചിലുള്ളവരുണ്ട് അല്ലേ. ദേ കം ടു സൺഡേ 10 to 1 വി ആർ ഹാവിങ് വർഷിപ്പ്. ഫോർ ദോസ് ഹു ഡു നോട്ട് ഹാവ് എ ചർച്ച്, ചർച്ചില്ലാത്തവർക്ക് ഐ എം എ പാസ്റ്റർ ടു ദം. ഞാൻ അവർക്കൊരു പാസ്റ്ററാണ്. ബട്ട് ദിസ് ഈസ് ഫാസ്റ്റിംഗ് പ്രെയർ. ഇതൊരു ഉപവാസ പ്രാർത്ഥനയാണ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് എ ഡെലിവറൻസ് ക്ലിനിക്. And Saturday also we are having a Bible class. At the same time it is a deliverance clinic. Appo this is a church, this is a deliverance clinic. At the same time this is a training place. Mainly it is a training place. When I started the ministry, I was planning to do many churches ഇൻ ആൻഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും ഒത്തിരി ചർച്ചുകൾ തുടങ്ങാനായിട്ട് ഞാനിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. ബിക്കോസ് ഇൻ ദ ചർച്ച് വെയർ ഐ വാസ് ബ്രോട്ട് അപ്പ്, ഐ വാസ് എസ്റ്റാബ്ലിഷിങ് സ്മോൾ ഹൗസ് ചർച്ചസ്. എന്നെ ഒരുക്കിയ സഭയിൽ ഇപ്പം നിങ്ങളിരിക്കുന്ന പോലെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ജോലി എന്തായിരുന്നു? ഐ വാസ് എസ്റ്റാബ്ലിഷിങ് സ്മോൾ ചർച്ചസ്. മനോജ് ബ്രദർ നോസ്, ഈ യൂസ് ടു കം വിത്ത് മീ വിത്ത് മെനി ഹൗസസ്. പുറകെ ഇരിക്കുന്ന മനോജ് ബ്രദർ എൻ്റെ കൂടെ പല ഹൗസ് വിസിറ്റുകളൊക്കെ പോകുമായിരുന്നു അല്ലേ. അപ്പോൾ സോ ഐ ഡിസൈർ ടു എസ്റ്റാബ്ലിഷ് ചർച്ചസ് എവ്രിവെയർ. ബട്ട് ഹോളി സ്പിരിറ്റ് ടോൾഡ് നോ, യുവർ മിനിസ്ട്രി ഈസ് ടു ട്രെയിൻ, മെയിൻലി ടു ട്രെയിൻ പീപ്പിൾ. അപ്പോൾ പല ചർച്ചുകൾ തുടങ്ങാനായിട്ട് ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നിങ്ങൾ ആൾക്കാരെ ട്രെയിൻ ചെയ്യണമെന്ന്. There are many people to establish churches. ഒത്തിരി ദൈവദാസന്മാർ ലോകത്തിൻ്റെ പല സ്ഥലത്തുകൾ ചർച്ചുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻ ട്രിവാൻഡ്രം ഓൾസോ there are many churches. തിരുവനന്തപുരത്ത് തന്നെ ഇഷ്ടംപോലെ ചർച്ചുണ്ട്. ഇൻ ദിസ് കോമ്പൗണ്ട് ഓൾസോ there are 3 or 4 churches. ഈ കോമ്പൗണ്ടിനകത്ത് തന്നെ 4 ചർച്ചുകളുണ്ട്. So Holy Spirit asked, why you want to start a church? The laborers are many, but the workers are many, but those who have to train the laborers are very few. വേലക്കാർ അധികമുണ്ട്, പക്ഷേ അതിനുവേണ്ടി ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരില്ല. ശരിയാണോ? There are many ministries that give lectures. ഇങ്ങനെ മെസ്സേജ് കൊടുക്കുന്ന ഒത്തിരി സ്ഥലമുണ്ട് ട്രെയിനിങ്ങിന്. വൺ ഈസ് ദ എസക്കിയൽ ഫ്രാൻസിസ് ഫ്രം ചെന്നൈ. എത്ര പേര് കേട്ടിട്ടുണ്ട്? ഐ വാസ് ഓൾസോ ട്രെയിൻ ദർ. ഞാൻ എസക്കിയൽ ഫ്രാൻസിസ് ഡോക്ടറിൻ്റെ മിനിസ്ട്രിയിൽ പോയി അവിടെ 3 തവണ പോയിട്ടുണ്ട്. ഐ ഹാവ് ബീൻ ദർ. ഓൾമോസ്റ്റ് ഐ സ്പെൻഡ് 1 month ദർ ഇൻ ചെന്നൈ ഇൻ ദ സ്കൂൾ ഓഫ് ഹോളി സ്പിരിറ്റ്. സോ ഐ വാസ് ട്രെയിൻഡ് ഇൻ ഡോക്ടർ എസക്കിയൽ ഫ്രാൻസിസ് മിനിസ്ട്രി. സോ ദേ ആർ ഗിവിങ് ലെക്ചേഴ്സ്, ട്രെയിനിങ് ക്ലാസ്സസ്. അവർ ഇങ്ങനെ ആൾക്കാർക്ക് മെസ്സേജ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. എന്താണ്? ശുശ്രൂഷകരെ അവർ മാസം തോറും ശുശ്രൂഷകരെ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ സെൻഡിങ് മിനിസ്റ്റേഴ്സ് ബൈ ഗിവിങ് ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ട് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് വൈസ് വി ക്യാൻ സി ജീസസ് കോൾസ് മിനിസ്ട്രി. ദേ ആർ എക്വിപ്പിംഗ് ജീസസ് കോൾസ് ഇവാഞ്ചലിസ്റ്റ്. ജീസസ് കോൾസ് ഇവാഞ്ചലിസ്റ്റ് എന്ന് പറഞ്ഞ സുവിശേഷകരെ അവർ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. എത്ര പേർക്ക് അറിയാതെ? ബട്ട്
in all these ministries, they are giving only classes. ക്ലാസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. They have no experience. But this is the place that we give not only class, but we give practice also here. This is a platform to practice. You have seen many people ministering here. ഇന്നിവിടെ കുറേ ആൾക്കാർ ശുശ്രൂഷിച്ച കണ്ടല്ലേ? എത്ര പേര്? How many of you? 1, 2, 3, 4. Why you came late? എന്താ വൈകി വന്നത്? So why you came late? You have to read the scriptures. One person asked Jesus, shall I follow you? അറിയാമോ? ഒരാൾ യേശുവിനോട് ചോദിച്ചു, ഞാൻ നിങ്ങളുടെ കൂടെ വരട്ടെ എന്ന് ചോദിച്ചു. What Jesus said, you come. If you want to do the ministry, you should be ready at season. Ready at every time. ഒരാളോടല്ല പറഞ്ഞു, എല്ലാവരും പറയണം കണ്ടീഷൻ പാടില്ല. കണ്ടീഷൻ പറയുന്നവർക്ക് ഈ ശുശ്രൂഷ പറ്റത്തില്ല. So that person's father was actually dead, and what he was saying to Jesus, let me go and bury my father. അവിടെ പറഞ്ഞത് എന്താണ്? ഞാൻ എൻ്റെ അപ്പനെ അടക്കട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ എന്താണ് വിഷയം? കേട്ടില്ല? ചെറിയ അടക്കം അങ്ങനെയൊന്നുമല്ല, ചെറിയ വിഷയം. So what Jesus said, let the dead go and bury the dead. ഇതെപ്പോഴും മനസ്സിൽ വെച്ചോണം. We are called for the ministry. മറ്റു കാര്യങ്ങളൊക്കെ പിന്നീട്. It is God who gave us father, mother, children, everything. So we have to love God first. ദൈവമാണ് നമുക്ക് ബന്ധങ്ങളെയൊക്കെ തന്നത്, ബന്ധങ്ങളല്ല നമുക്ക് വരുത്. It is God who gave us job. ഈ ജോലിയൊക്കെ തന്നിരിക്കുന്നത് ദൈവമാണ്. So give God priority. That is the difference between a believer and a servant of God. ഒരു വിശ്വാസിയും ശുശ്രൂഷകനും തമ്മിലുള്ള വ്യത്യാസം അറിയാമോ? Here we are telling, here we are not putting any commandments on the believers. വിശ്വാസികളുടെ അടുത്ത് ഇവിടെ വലിയ നിബന്ധനകളൊന്നുമില്ല കേട്ടോ. Everyone can come at any time. എപ്പോഴും വേണമെങ്കിലും വരാം. വിശ്വാസിക്ക് എപ്പോഴും വേണമെങ്കിലും വരാം. We don't ask you why you came late. ഒരു വിശ്വാസിയുടെ അടുത്ത് ഒരിക്കലും ചോദിക്കത്തില്ല എന്തിന് വൈകി വന്നു എന്ന് ചോദിക്കത്തില്ല. A believer can sit everywhere. ഇവിടെ എല്ലാം ഉണ്ട്. ഇവിടെ ഫാൻ്റെ കാറ്റുണ്ട്, തന്നെ അവിടേക്ക് ഒന്ന് 2 ചെയറിട്ടൊക്കെ ഇരിക്കാം. So a believer will not be questioned why you are sitting here, why you came late, എന്തിന് വൈകി വന്നു, എന്ത് അവിടെ ഇരിക്കുന്നു, ഇങ്ങനെയൊന്നും ചോദിക്കത്തില്ല. But for a servant of God we have put some restrictions. ഒരു ശുശ്രൂഷകന് നമ്മൾ ചില കണ്ടീഷനൊക്കെ വെച്ചിട്ടുണ്ട്. They should not come earlier here. ഇവിടെ നേരത്തെ വരാൻ പാടില്ല. If they come there, they have to wait there outside because this is a government premises. ഇതൊരു സർക്കാരിൻ്റെ സ്ഥാപനമാണ്. They should come here at right 9:30. കറക്റ്റ് 9:30 തന്നെ ഇവിടെ വരണം. They cannot come here at 9:25. 9:25 ഇവിടെ വരാൻ പറ്റത്തില്ല. They cannot come here at 9:35. 9:35 വരാൻ പറ്റത്തില്ല. If they come, we will not give them platform. We have been to many house visits. നമ്മൾ ഒത്തിരി വിസിറ്റുകൾ പോയിട്ടുണ്ട്. എപ്പോഴാണ് ആ വീട്ടിൽ പോകുന്നത്? 10 മിനിറ്റ് മുമ്പ്. I have been with Manoj brother to many houses. Every day we visit 3 houses. We had 3 cell prayers every day. So we will go to every house only just 10 minutes before. 10 മിനിറ്റിന് മുമ്പ് അപ്പോഴേ അവിടെ ചെല്ലത്തുള്ളൂ. Because our pastor told us, you go to a house only before 10 minutes. 10 മിനിറ്റ് മുമ്പുള്ളപ്പോഴേ അവിടെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. Don't go early. വളരെ നേരത്തെ പോകരുത്.
സോ ലൈക്ക്വൈസ് വെൻ യു ആർ ഇൻവൈറ്റഡ് ടു പ്രീച്ച് ഇൻ എ ഹൗസ്, ഇൻ എ ചർച്ച്, നിങ്ങളെ വേറൊരു സ്ഥലത്ത് ശുശ്രൂഷിക്കാൻ വിളിക്കുമ്പോൾ ദ പാസ്റ്റർ വിൽ ടെൽ യു, യു കം അറ്റ് ദിസ് ടൈം, ഇത്ര മണിക്ക് വരണമെന്ന് പാസ്റ്റർ നിങ്ങളോട് പറയും.